after resurrection, Jesus appeared before the disciples and said, I will tell the Father to give the Spirit to you that the Father has promised. പിതാവ് വാഗ്ദത്തം തന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചിട്ട് യേശു പോയി. അവർക്കപ്പോൾ അനുഗ്രഹം കിട്ടിയോ? പരിശുദ്ധാത്മാവ് വന്നോ? ഇല്ല. പക്ഷെ അവിടെ എന്താണ്? അവനെ ആരാധിച്ചു. ആ വാക്യം ഒന്ന് വായിച്ചേ. അത് എത്രാമത്തെ വാക്യം? The 52nd verse is saying they worshipped Jesus. വായിച്ചോളൂ. They went happily. മതി. അവരെങ്ങനെ പോയി? സന്തോഷത്തോടെ പോയി. ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ആൾക്കാർക്ക് സന്തോഷമില്ല. You know, those people are being taken as captives. ഈ പട്ടാളക്കാരൊക്കെ പിടിച്ചുകൊണ്ട് പോലും യുദ്ധത്തിന് ചിലവരെ തടവിന് കൊണ്ടുപോകില്ല. അവർക്ക് സന്തോഷമുണ്ടോ? We have seen in the movies, in the television, that some people are captured by the enemies and they are being taken as exiles in other country. മറ്റ് രാജ്യങ്ങളിലേക്ക് നാട് കടത്തിക്കൊണ്ട് പോവുകയാണ് ഈ ആൾക്കാരെ. അവർക്ക് സന്തോഷമുണ്ടോ? എന്താ അവർക്ക് സന്തോഷമില്ലാത്തത്? അവരുടെ എല്ലാം പോയി വേറെ ഒരു സ്ഥലത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുക. When I came here, some people are like this. ഇവിടെ വന്നപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ബന്ധനത്തിലായിരിക്കുകയാണ്. അവർക്ക് സന്തോഷമില്ല. എല്ലാം പിടികിട്ടിയ. ബട്ട് ഇവിടെ എന്താ പറഞ്ഞത്? 52 വായിച്ച. They worshipped him. They went back to Jerusalem with great joy. മഹാസന്തോഷം. വാഗ്ദത്തം കിട്ടിയില്ല, ഉണ്ടെന്നാണ് യേശു പറഞ്ഞത്. ജീസസ് did not give them Holy Spirit, but only told them the Holy Spirit will come, you believe. പരിശുദ്ധാത്മാവിനെ കൊടുത്തില്ല. പക്ഷെ ഇങ്ങനെ യേശു പറഞ്ഞു, എന്താണ്? പിതാവ് പറഞ്ഞ വാഗ്ദത്തം തരുമെന്ന് പറഞ്ഞു. കയ്യിൽ കിട്ടിയില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? മഹാസന്തോഷത്തോടെ പോയി. If you want a blessing, you should go happily. നിങ്ങൾക്കൊരു വിടുതലോട് പോകണമെങ്കിൽ നിങ്ങൾ മഹാസന്തോഷത്തോടെ വേണം പോകാനായിട്ട്. All the time you should be very happy. എത്ര പേർക്ക് ആ മഹാസന്തോഷമുണ്ട്? മനസ്സിലായി? If you have that joy, you will get blessed. അല്ല പിടികിട്ടിയെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതെല്ലാം പിടികിട്ടിയ. When I was coming here, almost 80% of the people here are very sad. ആർക്കും സന്തോഷമില്ല. They are worried about others. മറ്റുള്ളവരെ കുറിച്ചാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുള്ള പ്രശ്നത്താൽ അവർ ബന്ധനത്തിലായിരിക്കുന്നു. എല്ലാം പിടികിട്ടിയെന്ന് അറിയത്തില്ല. Jesus said, I will tell the Father and you will get the promise of Holy Spirit. കയ്യിൽ കിട്ടിയില്ല. കിട്ടാതെ അവർ സന്തോഷത്തോടെ പോയി. കിട്ടിയിട്ട് സന്തോഷിച്ചെന്നല്ല പറയണത്, യേശുവിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചു. So God will use you powerfully. ഇത് കേട്ട് നിങ്ങൾ സന്തോഷിച്ചു പോകണം. God will give you Holy Spirit. ഇത് കേട്ട് നിങ്ങൾ സന്തോഷിച്ചു പോകണം. God will give you more power. ഇത് കേട്ട് നിങ്ങൾ സന്തോഷിച്ചു പോകണം. You should be happy not by seeing, but without seeing, by faith. കണ്ടിട്ടല്ല സന്തോഷിക്കേണ്ടത്, കാണാതെ സന്തോഷിക്കണം. പിടികിട്ടിയ അവർ കണ്ടോ? പരിശുദ്ധാത്മാവിനെ കണ്ടോ? അവർ പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? ഇല്ല. പക്ഷെ അവരെന്ത് ചെയ്തു? മഹാസന്തോഷത്തോടെ പോയി. എത്ര ഒരു സന്തോഷമുണ്ട്. But people, when they get, they will be happy. പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ്, കിട്ടിയില്ലെങ്കിൽ സന്തോഷമില്ല, ഉറപ്പില്ല. മനസ്സിലായേ? ഉറപ്പില്ല. ഉറപ്പില്ലാതെ എങ്ങനെ സന്തോഷിക്കുന്നത്? When you read the Bible, it will definitely come to pass, because it is life and it is powerful. The word of God is life and powerful.
ദൈവവചനം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതും ശക്തിയുള്ളതുമാണ്. അത് ഏറ്റെടുക്കുന്നവൻ അവൻ സന്തോഷിച്ച് വിടുതൽ പ്രാപിക്കും. He will rejoice and receive the power. ഒരാശകാലം ദർസ്തബേ. കർത്താവെ, എല്ലാവരുടെ മേലും ദൈവസാന്നിധ്യം ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ. ദൈവസാന്നിധ്യം എല്ലാവരുടെ മേലും ഇറങ്ങി വരട്ടെ. The power of the Lord come upon everyone. ദൈവത്തിന്റെ ശക്തി എല്ലാവരുടെ മേലും ഇറങ്ങി വരട്ടെ. ഒരു അത്ഭുതം എല്ലാവരുടെ ജീവിതത്തിലേക്ക് നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം എല്ലാവരുടെ മേലും വരട്ടെ. ദൈവ മഹത്വം എല്ലാവരിലും വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിന്റെ അത്ഭുതം എല്ലാവരിലേക്കും വരട്ടെ. നിരാശപ്പെട്ടിരിക്കുന്നവരുടെ മേൽ ഒരു സന്തോഷത്തിന്റെ ആത്മാവ്. Those who are sad, the spirit of joy be filled. എല്ലാവരുടെ മേൽ ഒരു സന്തോഷത്തിന്റെ ആത്മാവ്. The Holy Spirit fall upon everyone. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വരട്ടെ. ഓ രഖാ ബറാബാബ. ദുഃഖിച്ചിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ. Those who are sad, let them be filled with the Holy Spirit. Oh, Rakamanahata Rakamalo. In the name of Jesus, the power of the Lord is coming. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരുന്നു. ദൈവ ശക്തി നിങ്ങളുടെ മേൽ വരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ബന്ധനത്തിലായിരിക്കുന്നവരെല്ലാം പുറത്തു വരട്ടെ. ഹൃദയത്തിലെ ഇരുട്ടെല്ലാം മാറി സന്തോഷം വരട്ടെ. പരിശുദ്ധാത്മാവ് ഒരു മിന്നൽ പോലെ ശരീരത്തിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവ് ഒരു തീ പോലെ ശരീരത്തിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവ് ഒരു ആയുധം പോലെ ശരീരത്തിലേക്ക് വരുന്നു. ഇരുട്ടിലായിരിക്കുന്ന ജനം ഇതാ ഒരു വെളിച്ചം കണ്ടിരിക്കുന്നു. ബന്ധനത്തിലായിരിക്കുന്നവർ ഇതാ ഒരു വെളിച്ചം കണ്ടിരിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് ദൈവത്തെ നമുക്ക് ആരാധിക്കാം.